നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ഭൂകമ്പങ്ങൾ യേശുവിൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, ക്ഷാമവും ഭൂകമ്പവും അവിടോടെ ഉണ്ടാകും, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. കർത്താവായ യേശു തൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളമായി പറഞ്ഞ 4ാമത്തെ കാര്യം ഭൂകമ്പമായിരുന്നു. നമുക്കറിയാം, പാപം പെരുകുന്ന സമയത്ത് ദൈവം മനുഷ്യർക്ക് അധിവസിക്കാൻ നൽകിയ ആ ഭൂമിയുടെ മേൽ ന്യായവിധി ചൊരിയാറുണ്ട്. മനുഷ്യനെ മാത്രമല്ല, മനുഷ്യൻ വസിക്കുന്ന ആ ഭൂമിയെയും ദൈവം നശിപ്പിക്കാറുണ്ട്. അതാണ് നോഹയുടെ കാലത്ത് സംഭവിച്ചത്. നോഹയുടെ കാലത്ത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ, പ്രത്യേകിച്ച് മനസാക്ഷിയിലൂടെ ദൈവം നൽകിയിട്ടുള്ള പ്രമാണങ്ങളെ അവർ കാറ്റിൽ പറത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് അവർ ബഹുഭാര്യത്വത്തിലേക്ക് നീങ്ങി. ഏകഭാര്യത്വ കുടുംബ വ്യവസ്ഥയാണ് ദൈവം മനുഷ്യന് നൽകിയത്. 2 സ്ഥാപനങ്ങളാണ് ദൈവം ആദ്യം മനുഷ്യന് നൽകിയത്, സ്ഥാപിച്ചു നൽകിയത്. ഒന്നാമത്തെ ഏദൻ തോട്ടം, രണ്ടാമത്തേത് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഏകഭാര്യത്വ കുടുംബജീവിതം. അത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇഴജാതികൾക്കും ഇല്ലാത്തതാണ്. ആദ്യ മനുഷ്യൻ്റെ പാപത്തോടു കൂടെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. പറുദീസ അവർക്ക് നഷ്ടമായി. പക്ഷേ കുടുംബജീവിതത്തെ ദൈവം തിരിച്ചെടുത്തില്ല. ഏകഭാര്യത്വ കുടുംബ വ്യവസ്ഥ നിലനിൽക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ നായെപ്പോലെ അല്ലെങ്കിൽ കാളയെപ്പോലെ കോഴിയെപ്പോലെ ആകുമായിരുന്നു. ഒരു കോഴിപ്പോവിന് അതിൻ്റെ മുട്ട ഏതെന്ന് അറിഞ്ഞുകൂടല്ലോ, അതിൻ്റെ കുഞ്ഞ് ഏതെന്ന് അറിഞ്ഞുകൂടല്ലോ. ഒരാടിന് അല്ലെങ്കിൽ കാളയ്ക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഏതാണ് എന്നൊന്നും അറിഞ്ഞുകൂടാ, അല്ലേ? അതാണ്. ഒരു നായ്ക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഏതാണെന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്നാൽ മനുഷ്യൻ നായെപ്പോലെ ആകാൻ പാടില്ല എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ഏക ഭാര്യയെ സ്നേഹിക്കുക, ഏക പുരുഷന് കീഴ്പ്പെടുക, അതിലുണ്ടാകുന്ന മക്കളെ 2 പേരും കൂടെ വളർത്തി വലുതാക്കുക, അവർക്ക് ദൈവബോധം നൽകുക, അവർക്ക് പരിശീലനം നൽകുക. പിന്നെ പ്രായമാകുന്ന ആളുകളെ, അപ്പനെയും അമ്മയെയും പ്രായമാകുമ്പോൾ നിന്ദിക്കാതെ അവരെ പരിപാലിക്കുക. ഈ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണ് ദൈവം സ്ഥാപിച്ചിരുന്നത്. പക്ഷേ നോയയുടെ കാലമായപ്പോൾ മനുഷ്യൻ ബോധിച്ചവരെ ഭാര്യമാരായിട്ടെടുത്തു. ഒരു പുരുഷൻ ഒരു സ്ത്രീയല്ല, പല സ്ത്രീകളെ. അതും ആരാധനയില്ലാത്ത കൈൻ്റെ വംശത്തിൽപ്പെട്ട സ്ത്രീകളെ പോലും വിവാഹം കഴിക്കാനിടയായി. തിരിച്ചും അങ്ങനെ ആരാധനയുള്ള ഒരു സമൂഹം ഭൂമിയിൽ ഇല്ലാതെ വന്നു. വീട്ടിൽ പാട്ടും പ്രാർത്ഥനയില്ല, വീട്ടിൽ വഴക്കും ബഹളവുമാണ്. അതുകൊണ്ട് ആ മനുഷ്യരെ മാത്രമല്ല, അവരുടെ ആ ഭൂമിയെയും ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചു. നോഹയുടെ കാലത്തിന് മുമ്പ് ഇവിടെ ഒരു സമുദ്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്ന് ദൈവം പേരിട്ടു എന്നാണ്. ഒരു സമുദ്രം, ഒരു കരഭൂമിയെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം ഒരുപാട് സമുദ്രങ്ങളും ഒരുപാട് ഉൾക്കടലുകളും ഒരുപാട് ഭൂഖണ്ഡങ്ങളും ഉണ്ടാകാൻ ഇടയായിത്തീർന്നു. ആ ഭൂമിയുടെ അതിൻ്റെ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഉൽപാദനത്തിനുള്ള വിളവ് വർധനയ്ക്കുള്ള അതിൻ്റെ ആ ഗുണമെല്ലാം നശിക്കാനിടയായി. ദൈവം ഭൂമിയെ ശപിക്കാനിടയായി. ലോത്തിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. ലോത്തിൻ്റെ കാലത്തെ മനുഷ്യർ പുരുഷന്മാരെയും സ്ത്രീകളെയും വിവാഹം കഴിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള അവിഹിതമായ ബന്ധത്തിന് തയ്യാറായി. തന്മൂലം ദൈവം ആ പ്രദേശത്തെ ചാവുകടലാക്കി മാറ്റി. സോദോം, ഗോമോറ, ആദ്മാ, സെബോയിം തുടങ്ങിയ പട്ടണങ്ങളെ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും വർഷിപ്പിച്ച് ദൈവം ചാവുകടലാക്കി, ഡെഡ്സിയാക്കി മാറ്റിക്കളഞ്ഞു. യേശു പറഞ്ഞു, നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെയും ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ച പോലെയും മനുഷ്യപുത്രൻ്റെ കാലത്തുണ്ടാകുമെന്ന്. അതായത് യേശുവിൻ്റെ വീണ്ടും വരവ് അടുക്കുമ്പോൾ ദൈവം മനുഷ്യനെ മാത്രമല്ല, അവൻ അധിവസിക്കുന്ന ഭൂമിയെയും തൊടും, ഭൂമിയെയും ശിക്ഷിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്.
ഇവിടെ തൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളമായിട്ട് അവസാനമായിട്ട് യേശു പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് ഭൂകമ്പങ്ങൾ അവിടെ ഉണ്ടാകുമെന്നാണ്. പണ്ടുകാലത്തൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സമീപകാലത്തായിട്ട്, അല്ലെങ്കിൽ 20-21 നൂറ്റാണ്ട് കാലത്ത് ഭൂകമ്പങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഏതൊക്കെ സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടാകുമെന്നുള്ളത് പ്രവചിക്കാൻ പറ്റാതെ വണ്ണം എല്ലാ സ്ഥലങ്ങളും ഭൂകമ്പബാധിത പ്രദേശങ്ങളായിട്ട് മാറുകയാണ്. സംഭവിക്കുന്നത് മനുഷ്യൻ കെട്ടിപ്പൊക്കിയതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തകരപ്പെടുകയാണ്. ദൈവം ജീവിക്കുന്നു എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. ജപ്പാനെ സംബന്ധിച്ച് ജപ്പാൻ എന്ന ആ വലിയ രാജ്യം ഭയങ്കര ഭീതിയിലാണ്. കാരണം ജപ്പാനിൽ താമസിക്കാതെ ഭൂകമ്പം ഉണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഭൂകമ്പങ്ങൾ. റിക്ടർ സ്കെയിലിൽ 10 രേഖപ്പെടുത്താൻ പറ്റിയ വലിയ ഭൂകമ്പം ഉണ്ടാകുകയും ജപ്പാനിലെ പല നഗരങ്ങളും ഇല്ലാതാകുകയും ദശലക്ഷക്കണക്കായ ആളുകൾ മരിക്കാനിടയായിത്തീരുകയും ചെയ്യും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇത് ജപ്പാൻ്റെ കാര്യം മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെ ലോകത്തിലെ പല രാജ്യങ്ങളും ഭൂകമ്പ ഭീഷണിയിലാണ്. കാരണം ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുകയില്ല എന്നുള്ളതൊരു കാര്യം, മുൻകൂട്ടി കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വേറൊരു കാര്യം. യേശു പറഞ്ഞു അന്ത്യകാലത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടാകും. യേശു മരിക്കുന്ന സമയത്ത് ഭൂകമ്പം ഉണ്ടായി, ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, കല്ലറകൾ തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് അവൻ്റെ ശബ്ദം വന്ന് ഭൂമിയെ ഇളക്കി. ഇനിയൊരിക്കൽ ഭൂമിയെ മാത്രമല്ല കരയെയും കടലിനെയും ആകാശത്തെയും ഇളക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർക്കത് രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് കുരിശിൽ മരിക്കുന്ന സമയത്തൊരു ഭൂകമ്പം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ആ യേശുക്രിസ്തുവിനെ നിരാകരിക്കുന്ന, യേശുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പണത്തിൽ ധനത്തിൽ ആശ്രയിച്ച്, സുഖത്തിൽ ആശ്രയിച്ച്, പാപത്തിൽ രമിക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും ദൈവം ഈ ഭൂമിയെ കുലുക്കി ഭൂകമ്പത്താൽ ന്യായം വിധിക്കും എന്നുള്ളത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് യേശു ഒരുക്കാൻ പോകുന്ന ഭൂകമ്പമില്ലാത്ത ആ പുതിയ ആകാശ ഭൂമി അവകാശമാക്കുവാൻ യേശുവിനെ കൈക്കൊള്ളുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.